ഏകദേശം 33 ഇൻസിഡൻറ്റുകളുണ്ട് എന്നോട് വൈരാഗ്യം തോന്നി. ഒരു 4 വർഷത്തിനുള്ളിൽ മൂന്നാർ പോയെന്ന് തെളിയിച്ചാൽ അവർ തെളിയിക്കട്ടെ. അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയും. ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ നൂലെ കെട്ടിവന്ന് കൗൺസിലായ ആളല്ല ഞാൻ. പാലാ നഗരസഭയിലെ വനിതാ കൗൺസിലർമാരുടെ അടുത്ത് അദ്ദേഹം നേരിട്ട് എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പോലും പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടതായിട്ട് കൗൺസിലർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. കാരണം വെച്ചാൽ എന്നെ എയിം ചെയ്താണ് വരുന്നത് എന്ന് തുടക്കത്തിൽ എനിക്ക് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇന്നലത്തെ പരാതി 35. ഇതിൻ്റെ പലിശ വല്ല കൂടുമോ? ഇതുകൊണ്ട് എന്നെ തളർത്താമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിച്ചോട്ടെ. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് ആരാണ് നിങ്ങളത് അന്വേഷിക്കണം. ഉദ്ഘാടനത്തിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് അത് പ്രവർത്തന സജ്ജമായത്. അത് പാലായിലെ ജനങ്ങളോട് ചെയ്തൊരു നീതികേട് തന്നെയായിരുന്നു. നമസ്കാരം. പാലാ നഗരസഭയിലെ എയർപോർട്ട് വാദം കത്തി നിൽക്കുമ്പോൾ ആരോപണ വിധേയനായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ ശ്രീ ബിനു പുളിക്കണ്ടമാണ്. തെളിവുകൾ കാണിച്ച് ജോസ് ചീരാങ്കുടി ബിനുവാണ് ഇതെടുത്തെന്ന് സ്ഥാപിക്കുമ്പോൾ ഇത് തികച്ചും ഫാബ്രിക്കേറ്റഡായ രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണം മാത്രമാണെന്നാണ് ശ്രീ ബിനു പറയുന്നത്. ബിനുവിന് പറയാനുള്ളതാണ് ടോക്ക് ടൈമിൽ ചർച്ച ചെയ്യുന്നത്. സ്വാഗതം ശ്രീ ബിനു പുളിക്കണ്ടം. ശ്രീ ബിനു പുളിക്കണ്ടം, പാലാ നഗരസഭയെ തന്നെ സംസ്ഥാന മുമ്പാകെ ഒരു നെഗറ്റീവ് തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് എയർപോർട്ട് വിവാദം. താങ്കളാണ് ഇതെടുത്തതെന്ന് വളരെ കൃത്യമായ രേഖകൾ കാണിച്ച് അവർ അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ താങ്കളിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? താങ്കളത് രാഷ്ട്രീയ പ്രേരിതമാണ്, തികച്ചും കെട്ടിച്ചമച്ചതാണെന്ന് പറയുമ്പോൾ അതിനെ അല്ല എന്ന് പറയാൻ താങ്കളിൽ കൃത്യമായ എന്തെങ്കിലും തെളിവുകളുണ്ടോ? നിങ്ങൾ തെളിവുണ്ട് എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ തെളിവിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇപ്പോൾ ഒരു ലൊക്കേഷൻ കാണിച്ചു എന്നാണ് തെളിവായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ അദ്ദേഹം എഴുതി കൊടുത്ത പരാതി ചാനലുകളിൽ കൂടി കാണുകയുണ്ടായി. അതിൻ്റെ അകത്ത് പറയുന്നത് എൻ്റെ 2 നമ്പറുകൾ ഉപയോഗിച്ചതായി മനസ്സിലാക്കുവാൻ സാധിച്ചത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകൾ ഒരു വശത്തൂടെ പറയുന്നു. ആ ലൊക്കേഷൻ ആർക്കും എവിടെയും ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്നതാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. അതൊരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതവിടെ നിൽക്കട്ടെ. ഇത് ഉപയോഗിച്ചു എന്ന് ആദ്യമായി ഇന്നലെ അദ്ദേഹം ഒരു അലിഗേഷൻ പറയുന്നു. എൻ്റെ 2 നമ്പറുകളിൽ നിന്ന് ഇത് ഉപയോഗിച്ചതായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒരു തെളിവെങ്കിലും കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉപയോഗിച്ചു എന്ന് ആധികാരികമായി അദ്ദേഹത്തിന് ഈ പറയുന്ന തെളിവുകളുണ്ട് എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ ഒന്നാമത് ചോദിക്കുന്നത്. രണ്ടാമത്, എൻ്റെ ഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഫോണിൽ പെയർ ചെയ്തിട്ടുണ്ടോ? ഒരു കോളെങ്കിലും എടുക്കുക ചെയ്തിട്ടുണ്ടോ? ഒരു കോളെങ്കിലും വിളിക്കുക ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ മെയിനായിട്ട്. കോൾ എടുക്കുമ്പോഴാണ് ലൊക്കേഷൻ വരുന്നത്, കോൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ലൊക്കേഷൻ കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ചു, നിങ്ങൾ തന്നെ അന്വേഷിക്കണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലൊക്കേഷൻ കാണിക്കുന്നത് താങ്കളുടെ വീടാണ്, താങ്കളുടെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് എവിടെയും ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്ന. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങൾ ഒരു സാധനവുമായിട്ട് ഇവിടെ വന്നാൽ ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്താൽ ചെയ്യാം. ഞാനതൊക്കെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്, ഇപ്പോഴാണല്ലോ പഠിക്കേണ്ട ആവശ്യം വന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഞാൻ എനിക്ക് ഇതിനെപ്പറ്റി ഫാബ്രിക്കേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമായിട്ട് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇത് ഏകദേശം 5-6 മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അന്ന് മുതൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെട്ട് കാണും. അന്ന് മുതൽ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ 5 മാസം അദ്ദേഹം ഇത് വെയിറ്റ് ചെയ്യുന്നത് എന്തിനായിരുന്നു? എൻ്റെ വീട് ലൊക്കേഷൻ കാണിച്ചപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങൾ ലൊക്കേഷൻ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് 1 മിനിറ്റ് വേണ്ടല്ലോ. അല്ല, താങ്കളോട് 2-3 തവണ നേരിട്ട് ചോദിച്ചിരുന്നതാണ് പറഞ്ഞു എടുത്തിട്ടുണ്ടോ എന്ന്. എന്നോടെങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം അദ്ദേഹം എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്നാ? തുടക്കം മുതൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. തുടക്കം മുതൽ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. പോലീസ് സ്റ്റേഷനിൽ ഈ 6 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൊടുത്തത് നഷ്ടപ്പെട്ടു പോയി. പേര് വെച്ചിട്ടല്ല, പേര് വെക്കുന്നത് രണ്ടാമത്തെ വിഷയം. അത് മോഷണം പോയെന്നല്ല, എവിടെയെങ്കിലും വെച്ചെടുത്തുനിന്ന് പോയെന്നല്ല പറയുന്നത്. എങ്ങനെയോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ഒരു റെസിപ്റ്റ് വേണം. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അത് കഴിഞ്ഞ് ഈ 5 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലം അദ്ദേഹം നിരവധിയായ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. എന്തിനാണ് നിരവധിയായ തെളിവുകൾ വേണ്ടത്? എൻ്റെ വീട്ടിൽ ഈ സാധനം ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, അല്ലെങ്കിൽ തെളിവ് കാണിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനങ്ങളിൽ കാണുന്നു.
എവിടെയെങ്കിലും അവിടെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വിശ്വസ്തരായ പാർട്ടി നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് അത് റിക്കവർ ചെയ്യാൻ മേലെ. അതിൽ നിന്ന് തയ്യാറാകാതെ ഇതൊരു പുകമറ. പിന്നെ ഇതിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടില്ല, എനിക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നിയില്ല. കാരണം വെച്ചാൽ എന്നെ എയിം ചെയ്താണ് വരുന്നതെന്ന് തുടക്കത്തിൽ എനിക്കൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹം കൗൺസിലിൽ പറയുന്നത് കേവലം 13,000 രൂപ, 12,900 രൂപ വിലയുള്ള ഒരു ഇതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 30,000 രൂപയല്ലേ പറഞ്ഞേ ആദ്യമേ? അല്ല, അത് 25 30 ഇപ്പം 35 ഇന്നലെ പരാതി കൊടുത്തപ്പോൾ. ഇതെന്നാ ഒരു നമ്മുടെ ഫിഷ് മാർക്കറ്റിലെ മീൻ കച്ചവടം പോലെയാണോ? ഇതിനൊരു റേറ്റ് ഇല്ലേ? അദ്ദേഹത്തിന് ഒരു അദ്ദേഹം സ്റ്റേബിളായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന 30,000 രൂപ എന്ന് പറഞ്ഞതാണ്. എപ്പോൾ പറഞ്ഞത്? ആദ്യം പരാതി കൊടുക്കുമ്പോൾ തന്നെ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളതിനെ ശ്രദ്ധിച്ച് നോക്കി, നിങ്ങൾ പഴയ ക്ലിപ്പിംഗ് എടുത്ത് നോക്കി. ഇന്നലത്തെ പരാതി 30 പറഞ്ഞെന്നിരിക്കട്ടെ, ഇന്നലത്തെ പരാതി 35. ഇതിൻ്റെ പലിശ വല്ല കൂടുമോ? ഇതിൻ്റെ ഇരിക്കുമ്പോൾ എനിക്കിത് അറിയാം. ഞാനിത് വളരെ ഇന്നലെ എനിക്കിതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിത് വളരെ ഒരു എന്താ പറയുന്നത്, ഒരു ബാലിശമായ ആരോപണം. അല്ല, താങ്കൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ രണ്ടാമത് താങ്കളുടെ പേര് പറയുന്ന അന്ന് താങ്കൾ തെളിവുകൾ അങ്ങനെയുള്ള തെളിവുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ താങ്കൾ പഠിച്ചുകൊണ്ടല്ല അത് പറഞ്ഞു. അത് എപ്പോഴാണെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. രണ്ടാമത് പേര് വെളിപ്പെടുത്തുന്ന ഘട്ടത്തിലാണ്. അതെന്റെ എനിക്കത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി, താങ്കൾക്ക് നേരെയാണ്. എനിക്ക് മനസ്സിലായി ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് വരുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 20 വർഷക്കാലമായി പാലാ നഗരസഭയിലെ കൗൺസിലറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഓരോ പ്രകടന പത്രികയിലും ഞാൻ വ്യക്തമായി പഠിക്കുന്ന ഒന്നാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന ഓണറേറിയം സിറ്റിംഗ് അലവൻസ് നഗരസഭ എൻ്റെ വാർഡ് സഭയിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് ഞാൻ ചെയ്തിരുന്നത്. 20 വർഷക്കാലമായി ഞാനത് പാലിക്കുന്നു. ഏകദേശം ശരാശരി മാസം 10,000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും ഏകദേശം 24-25 ലക്ഷം രൂപ എൻ്റെ ഈ 3-4 വാർഡുകളിലായിട്ട് ഞാൻ വിതരണം ചെയ്തിരിക്കും. അതിന് വ്യക്തമായ രേഖകളുണ്ട്. അതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 13,000 രൂപ, അല്ലെ അദ്ദേഹം അവകാശപ്പെടുന്നത് 20,000, 30, 35 ഇത്രയും ബാലിശമായ ഒരാരോപണം, അത് അവിടെയാണ് ഞാൻ ഇത് രാഷ്ട്രീയപരമായ ഗൂഢാലോചന, എനിക്കെതിരെയുള്ള ഗൂഢാലോചന ഞാൻ ആരോപിക്കുമല്ല, വ്യക്തമായ ബോധ്യത്തോടു കൂടി ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് എന്നെ തളർത്താമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഇത് സംബന്ധിച്ച് താങ്കൾക്കെതിരെ വന്ന പരാതിയിൽ ഒരു കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ടോ? താങ്കൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്നലെ കൊട്ടിഘോഷിച്ചുകൊണ്ട് എൻ്റെ പേര് വെളിപ്പെടുത്താൻ പോവാന്ന് പറഞ്ഞ് കോട്ടയത്തെയും നമ്മുടെ എല്ലാ മീഡിയാസിനെയും വിളിച്ചു വരുത്തി ബോംബ് പൊട്ടിക്കാൻ പോവാന്നാണ് പറഞ്ഞത്. എന്ത് ബോംബാണ് ഇന്നലെ പൊട്ടിച്ചത്? ഞാൻ ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ പാലാ നഗരസഭ കൗൺസിലിൽ രേഖാമൂലം എൻ്റെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുക്കുന്നു, ഈ ആരോപണങ്ങൾ ഇത് പോലീസിലേക്ക് കൈമാറണം, ഇതിൻ്റെ ഗൂഢാലോചന, ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതല്ലേ. പിന്നെ ഇന്നലെ അതായത് ഇവിടെ അതിൻ്റെ ശരിയായ എനിക്കത് നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും ഇപ്പം ഞാൻ സംശയിക്കുക. കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇതൊരിക്കലും ഒരു തെഫ്റ്റ് ഉണ്ടായി. ഞാനൊരു നിയമം പഠിച്ച ഒരാളെന്ന രീതിയിലല്ല പറയുന്നത്, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. സാധാരണ രീതിയിൽ ഒരു തെഫ്റ്റ് ഉണ്ടായാൽ ആദ്യം പരാതിപ്പെടേണ്ടത് പോലീസിൽ. ആ സാധനം കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എന്നാ സംഭവിക്കുന്നത്. പുകമറ സൃഷ്ടിക്കുക, എൻ്റെ പേര് വരാൻ വേണ്ടി, ചാനലുകളിൽ വരാൻ വേണ്ടി. ഇതുകൊണ്ട് എന്താ നേട്ടം? രാഷ്ട്രീയ നേട്ടം. അതുതന്നെയാണ് ഞാൻ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അതെന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ അത്ര ഒരു രാഷ്ട്രീയമായി? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ കറുപ്പ് ഷർട്ട് ഇടുന്നു? ഞാൻ 4ാം ക്ലാസ്സിൽ സെൻറ് ഹൗസ് സ്കൂളിലെ സ്കൂൾ ലീഡറായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിച്ച് യുവജന പ്രസ്ഥാനത്തിലൂടെയൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. അന്ന് മുതൽ ഞാൻ അന്ന് പറഞ്ഞ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല, മുണ്ടെടുക്കാൻ തുടങ്ങിയ കാലം മുതൽ വൈറ്റ് ഷർട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കറുപ്പിലേക്ക് മാറേണ്ട സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം എന്തുകൊണ്ട് മാറേണ്ടി വന്നുവെന്ന്. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പകയോടെ, വൈരാഗ്യ ബുദ്ധിയോടെ. ആ വൈരാഗ്യം ഇത്ര കൂടി വരുന്നെന്ന് പറയാൻ കാരണം അത് എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. ആ വൈരാഗ്യം വെച്ചു പുലർത്തുന്ന ആളോടല്ലേ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്രയും വൈരാഗ്യം വെച്ച് പുലർത്തുന്നു? രാഷ്ട്രീയപരമായി ഞാൻ ചോദിക്കട്ടെ, പാലാ നഗരസഭയിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കൗൺസിലർ, അല്ല LDF ഒരു ഘടകകക്ഷിയാണ്, ചിഹ്നത്തിൽ ജയിച്ച ഒരാളാണ്. എല്ലാ രീതിയിലും അർഹതപ്പെട്ടതെന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചോദിക്കുമല്ലോ, അത് രാഷ്ട്രീയം തട്ടിത്തെറിപ്പിച്ചോട്ടെ. അതിനുശേഷവും അവിടെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം. അല്ല, അതിനു മുമ്പ് ഒരു കേരള കോൺഗ്രസ് മെമ്പറെ മർദ്ദിച്ചതടക്കമുള്ള സംഭവങ്ങൾ അതിനു മുമ്പ് സംഭവം അതുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതാകാമല്ലേ, അതും വൈരാഗ്യത്തിന് കാരണമാകാം.
വൈരാഗ്യമുണ്ടാകാൻ ഒന്നും രണ്ടും കാരണങ്ങളല്ല ഉള്ളത്. അല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരാൾ ഭരണപക്ഷത്തെ പ്രതിപക്ഷം പോലെ ബിനു പുളിക്കണ്ണും പെരുമാറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്ക് തോന്നുന്നു അതൊരു അവരുടെ തോന്നലുകളായിരിക്കും. തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? നിങ്ങൾ മുനിസിപ്പൽ അല്ലെങ്കിൽ നഗരസഭ രേഖകളെന്ന് പരിശോധിച്ചു. അത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് താങ്കൾ ഒരു എതിർക്കപ്പെടേണ്ട ആളായി മാറുകയാണ് ഭരണപക്ഷത്തിൽ? അല്ല, അവരുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടായി എടുക്കാത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിയമപരമായി അത് എതിർത്തിട്ടുണ്ട്, നിയമപരമായി അതിന് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി പേപ്പറുകൾ വലിച്ചു കീറിയല്ല അത് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റാതിരുന്നിരിക്കുന്നത്. നിയമപരമായി ഒബ്ജക്ഷൻ വെച്ചുകൊണ്ടാണ്. തികച്ചും നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ലീഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ആ കൗൺസിലിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അത് ബാധ്യത വരുമെന്നുള്ള ഉത്തമ ബോധ്യത്താൽ പല കാര്യങ്ങളും ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷേ പാർലമെൻ്ററി പാർട്ടി CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി എടുത്ത ഒരു തീരുമാനം പോലും ഞാൻ അവിടെ എതിർത്തിട്ടില്ല. CPM പാർലമെൻ്ററി പാർട്ടിയിൽ ഒരു തീരുമാനമെടുത്ത് അത് സംയുക്ത പാർലമെൻ്ററി പാർട്ടിയിൽ വെച്ച് അട്ടിമറിക്കുന്നു. അവിടെ വെച്ച് തീരുമാനമെടുക്കാതെ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ പല വിഷയങ്ങളും അറിയുന്നു. അതൊക്കെ നമ്മൾ എതിർത്തിട്ടുണ്ട്, സ്വാഭാവികമാണ്. അത്ര എതിർക്കപ്പെടലുകൾ അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു വർഷം ഒഴിച്ചു നിർത്തിയാൽ പാലാ നഗരസഭയിൽ ഏകദേശം പാലാ നഗരസഭ നിലവിൽ വന്നതിന് ശേഷം കൂടുതൽ ഏകദേശം 99% കോൺഗ്രസിൻ്റെ ഒരു ചെയർമാൻ ചെറിയൊരു പീരീഡ് ഇരുന്ന് ഒഴിച്ചാൽ അപ്രമാദിത്വത്തോടുകൂടി ഒരു ഭരിക്കുക എന്നുള്ളതല്ല, ചില പ്രത്യേക ഒരു രാഷ്ട്രീയപരമായി കൂടിയാലോചനകളോ അല്ലെങ്കിൽ മുന്നണി ബന്ധങ്ങൾക്ക് വില കൊടുത്തുകൊണ്ടോ ഉള്ള ആലോചനകളോ ഒന്നുമില്ലാതെ ഒരു സിംഗിൾ ഓണറായിട്ട് ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ശൈലിയെ നമ്മൾ ചോദ്യം ചെയ്തു. അത് വ്യക്തിപരമായിട്ടല്ല ചെയ്തിരിക്കുന്നത്, അത് നിരവധിയായ പാർട്ടി നിർദ്ദേശിച്ച പാർട്ടിയുടെ പോളിസിക്ക് അനുസൃതമായും തെറ്റെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് മീഡിയാസ് മൊത്തം അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അസ്വസ്ഥരാകേണ്ട കാര്യമില്ലല്ലോ. നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു കാര്യത്തിനെങ്കിലും ഞാൻ എതിർത്തു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു കാര്യം പറയും. ഈ 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് നല്ല കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ കാരണം നടപ്പിലാകാതെ വന്നു, ഞാൻ നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല എന്നൊരു കാര്യം, ഒരു റീസൺ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ഇല്ല എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതുതന്നെ എന്നോടുള്ള എതിർപ്പിന് കാരണം. താങ്കൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം ജോസഫിനെയാണ് ചെയർപേഴ്സൺ ആയത്. അതെ, ജോസഫിനോട് കൂടെ താങ്കൾ ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു വിവാദം ഉയർന്നത് ശ്മശാനത്തിൻ്റെ ഉദ്ഘാടനം ബന്ധപ്പെട്ട് ജോസഫിന് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം. അത് താങ്കളുടെ പ്രേരണ കൊണ്ടാണോ അത്ര ഒരു മാപ്പ് പറഞ്ഞത്? എൻ്റെ ജോസഫിനോ നമ്മൾ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചുകുട്ടിയല്ലല്ലോ, പാലാ നഗരസഭയുടെ ചെയർപേഴ്സണ്. മുൻകൂട്ടി ഉദ്ഘാടനം നടത്തിയതിൽ മാപ്പ് ചോദിക്കുമെന്ന് പറഞ്ഞാണ് അന്ന് പ്രസ്താവന. മുൻകൂട്ടി ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ ചെയ്തത്. അവർ ചെയ്തു. ജോസ് കെ മണി ഉദ്ഘാടനം ചെയ്തു. അതെ, പക്ഷെ അതിന്റെ പണി പൂർത്തിയായിരുന്നില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നതിൽ പാലാ നഗരസഭയിലെ ആളുകളോട് മാപ്പ് ചോദിക്കുന്ന രീതിയാണ് പ്രസ്താവന. അതെ, അതിന് പിന്നിൽ താങ്കളായിരുന്നു. ഞാൻ അതാ പറഞ്ഞു വന്നത്. ജോസിൻ ബിനോയെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൊച്ചുകുട്ടി, എന്നെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ഒരാൾ. അത് ജോസിൻ ബിനോ ഞാൻ തന്നെ ചെയ്തെന്നോ ജോസിൻ ബിനോ തന്നെ ചെയ്തെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് ആരാണ് നിങ്ങളത് അന്വേഷിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത് ഞാൻ എഴുതിയിട്ട് ജോസിൻ ബിനോ ഒപ്പിടുവല്ലോ ചെയ്തത്. ഞാൻ ആ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അത് ശരിയാണെന്ന് കാലം തെളിയിച്ചല്ലോ. അത് ഞാൻ ചെയ്തോട്ടെ, ചെയർപേഴ്സൺ ചെയ്തോട്ടെ, അതിൻ്റെ പിന്നിൽ ആരും ആയിക്കോട്ടെ, ഉദ്ഘാടനത്തിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷമാണ് അത് പ്രവർത്തന സജ്ജമായത്. അത് പാലായിലെ ജനങ്ങളോട് ചെയ്തൊരു നീതികേട് തന്നെയായിരുന്നു. കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ ആർപ്പുവിളിയോടുകൂടി വലിയ പ്രാധാന്യത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. ഒരാഴ്ച എടുത്തോട്ടെ, 2 ആഴ്ച എടുത്തോട്ടെ, 1 മാസം എടുത്തോട്ടെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാങ്ക്, ജനറേറ്റർ, മറ്റ് ഇലക്ട്രിഫിക്കേഷൻ കാര്യങ്ങൾ ഉൾപ്പെടെ ഒന്നും ചെയ്യാതെ ഒരു പ്രഹസനം നടത്തിയതിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? അത് ആ ചെയ്ത തെറ്റ് നാളുകളിലാണെങ്കിൽ അത് ചെയ്യണ്ടേ? ഒരു തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്ത്. അതൊക്കെ പാർട്ടിയെ പൊതുമധ്യത്തിൽ അവഹേളിക്കുന്ന തുല്യമായി തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കില്ല താങ്കൾക്കെതിരെ ഇത്തരം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു അവസരത്തിലും വെളിപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞ 1-2 കാരണങ്ങൾ മാത്രമല്ല, ഞാൻ അക്കമിട്ട് എഴുതി. ഈ 2-3 ദിവസം കൊണ്ട് ഏകദേശം 33 ഇൻസിഡൻറ്റുകളുണ്ട് എന്നോട് വൈരാഗ്യം തോന്നാൻ. അത് പാർട്ടി നേതൃത്വത്തിനും എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കും ഉൾപ്പെടെ വ്യക്തമായി എന്നോട് വിരോധം തോന്നാൻ ഉള്ള കാരണങ്ങളുണ്ട്.
ആ കാരണങ്ങൾ ഒരുപക്ഷെ എല്ലാം ഇപ്പം വെളിപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ അതുകൊണ്ട് തന്നെ താങ്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംശയമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഒരു മാസത്തെ സിറ്റിംഗ് ഫീസ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാമല്ലോ. ഈ 20 വർഷമായിട്ട് 100 രൂപ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഞാൻ തെളിവ് സഹിതം പറയുന്നത്, അല്ലാതെ ഇത് ഞാൻ പൊതുസമൂഹത്തിൽ പറയണമെന്ന് ആഗ്രഹിച്ച വിഷയമല്ല. അപ്പോൾ അത്ര ബാലിശമായ ഒരു കാര്യം ഇത്ര ഊതി വീർപ്പിച്ചുകൊണ്ട് ഒരു കള്ളനാക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഇതിലും കൂടുതൽ പ്രതികരിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ല. പക്ഷെ ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. പക്ഷേ ശ്രീ ജോസ് ശ്രീരാങ്കുടി ഹാജരാക്കാൻ തെളിവുകൾ, താങ്കൾ പോയ സ്ഥലങ്ങളിലാണ് തെളിവ് വരുന്നത്, താങ്കൾ പോയ ട്രെയിൻ ടിക്കറ്റ്, അപ്പോൾ താങ്കൾ ട്രെയിനിൽ കയറിയപ്പോൾ, അപ്പോൾ അങ്ങനെ താങ്കൾ പോയ സ്ഥലങ്ങളിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അത് തമ്മിൽ മാച്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാം താങ്കൾ പോയ വഴി എങ്ങനെ കണ്ടുപിടിച്ചു? അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എഴുതി കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, 4 പേരുടെ ലൊക്കേഷൻ എനിക്ക് ഉണ്ടാക്കി തന്നത്. 4 പേരുടെ അത് ഉണ്ടാക്കിയെടുത്തതാണ്. ഉണ്ടാക്കിയെടുത്തു. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയത് എന്തിനാണ്? ഞാനതിപ്പം വെളിച്ചത്ത് വരാത്തതിനാണെന്നറിയാം. അത് ഉണ്ടാക്കിയെടുത്തതാണ്. അത് നിസ്സാര കാര്യമാണെന്നാണ് ഇതുമായിട്ട് ബന്ധം. നിങ്ങൾ തന്നെ അന്വേഷിക്കുക. എനിക്ക് ഐഫോൺ കമ്പനിയായിട്ടൊന്നും എനിക്ക് ബന്ധമുള്ള ആളല്ലല്ലോ. നിസ്സാര കാര്യം. പിന്നെ എന്നെ സംബന്ധിച്ച് ഇത് അന്വേഷിക്കട്ടെ. ഈ ലൊക്കേഷൻ എങ്ങനെ, അഥവാ ആ ലൊക്കേഷൻ കാണിക്കുന്നത് ജെനുവനാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നത്, ഞാൻ മിനിഞ്ഞാന്നും പോയി, മിക്കവാറും പോകുന്നുണ്ട്, പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്. ഞാൻ ഒളിച്ചും പാത്തും അല്ലല്ലോ പോകുന്നത്. പിന്നെ ഇവർ പറയുന്നത്, അന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ലെന്നാണ് ഞാനിപ്പം എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. ടിക്കറ്റ് എടുത്തു, ഞാൻ കാറിനാണ് പോയത്. ട്രിവാൻഡ്രത്തിനും പോയി, കാറിനാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ലിങ്ക് ആയിക്കോട്ടെ. അതിന് പോലീസ് സംവിധാനം ഉണ്ടല്ലോ. തുടക്കം മുതൽ പോലീസിന് ഇത് അന്വേഷിക്കാൻ, ഈ തെളിവുകൾ പോലീസിന് കൊടുക്കാൻ മേലെ പോലീസിന് കൊടുത്തിട്ട് തെളിവുകളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകട്ടെന്നേ. എനിക്കതിനെതിരെ ഞാനൊരു അന്വേഷണത്തെ ഭയപ്പെടുന്നില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ലൊക്കേഷൻ ഞാൻ ഒളിച്ചും പാത്തും പോയാലല്ലേ ഞാൻ പേടിക്കേണ്ടതായിട്ടുള്ളൂ. ഞാൻ മൂന്നാർ പോയെന്ന് പറയുന്നു. ഞാൻ ഇപ്പം ഇന്നലത്തെ വാർത്തയെന്ന് പറയുന്നത് ഒരെണ്ണം ഞാൻ ഓർക്കുന്നത്. ഞാൻ ഈ ഒരു 4 വർഷത്തിനുള്ളിൽ മൂന്നാർ പോയെന്ന് തെളിയിച്ചാൽ അവർ തെളിയിക്കട്ടെ, ഞാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ഫോൺ ലൊക്കേഷൻ നോക്കി തെളിയിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് ഗൂഢാലോചന ഞാൻ വ്യക്തമായിരിക്കുമെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്നു, എന്തോ ഒരു സാധനം നിങ്ങളുടെ വണ്ടിയെ കൊണ്ടുവെക്കുന്നു. നിങ്ങളുടെ വണ്ടിയിൽ അത് അവിടെ ഇരിക്കുവാണെങ്കിൽ ലൊക്കേഷൻ നിങ്ങൾ വീടിനുള്ളിലാണെന്നാണ് ലൊക്കേഷൻ. എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഇവിടെ മറ്റൊരാൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പോലെ. എനിക്ക് തെളിയിക്കാം. എൻ്റെ വീട്ടിലാണെന്നല്ലേ പറഞ്ഞത്, ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അല്ല, വീട്ടിൽ വീട്ടിൽ CCTV ഒന്നും ഞാൻ അങ്ങനെ വലിയ അതിക്രമമൊന്നും ചെയ്യാത്ത ആളായിട്ട് എനിക്ക് CCTV ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേറെ പോലീസിനെയോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയോ ഒന്നും നോക്കിയല്ല ഞാൻ ജീവിക്കുന്നത്. റിസോർട്ടും ലൊക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും 1000-1500 പേരുടെയൊക്കെ പ്രോഗ്രാം നടക്കുന്നതാണ്. ഞാൻ ഇത് മറ്റേ സ്കാനർ വെച്ച് സ്കാൻ ചെയ്തകത്തേക്കായിരുന്നു. ഇത് തെളിയിച്ചോട്ടെ. എനിക്ക് ഭയപ്പാടില്ലെന്നേ. ജോസ് ശ്രീരാങ്കുടി പറയുന്നത് 20,000, 30,000, 30,000 ആയിക്കോട്ടെ, എനിക്ക് ഭയപ്പാടില്ല. ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇതുപോലത്തെയുള്ള ആരോപണങ്ങൾ, ഒരുപക്ഷെ ഞാൻ അടിപിടി ഉണ്ടാക്കിയെന്നോ ആവേശം മൂത്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നോ മേശപ്പുറത്ത് അടിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ ജനം വിശ്വസിക്കും, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ആരോപണം അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുന്നു. ഞാൻ എന്തിനാ ചെയ്തോട്ടെ, അതിൻ്റെ ബാക്കി നോക്കാൻ എനിക്കറിയാം. അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. വഴക്കുണ്ടാകാൻ പോകുന്നത് എന്നുവെച്ചാൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിർദ്ദേശങ്ങൾ എനിക്ക് പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല കാര്യത്തിലും ഇപ്പം മിതത്വം പാലിക്കുന്നത്. പല കാര്യങ്ങൾക്കും എന്നോട് വ്യക്തിപരമായി വിരോധം തോന്നാൻ ഈ ജോസ് ശ്രീരാങ്കുടിക്ക് നിരവധി റീസണുണ്ട്. വ്യക്തിപരമായി വിരോധം തോന്നാൻ അത്, പക്ഷേ ഇപ്പം ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് പലർക്കും വേദനിക്കും. എന്തുകൊണ്ടാണെന്നുള്ളത് അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൂ. പാലാ നഗരസഭയിലെ 2 ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കവും അതിൽ ജോസ് ശ്രീരാങ്കുടിയുടെ റോളും അതിൽ അന്നത്തെ ചെയർപേഴ്സണായിരുന്ന ജോസിൻ ബിനോ എടുത്ത സ്റ്റാൻഡ്, ജോസിൻ അന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ എടുത്ത സ്റ്റാൻഡുകളൊക്കെ വ്യക്തിപരമായ വിരോധത്തിന് കാരണങ്ങളാണ്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയുന്നുമില്ല. വ്യക്തിപരമായ വിരോധത്തിന് കാരണങ്ങൾ, ആ വ്യക്തിവിരോധം തീർക്കാൻ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഞാൻ പോകുമ്പോൾ എനിക്കൊരു 2 അടി വെച്ച് തരട്ടെ, അല്ലെങ്കിൽ അതുപോലെ എന്നെ ഉപദ്രവിക്കട്ടെ. ഇതാണോ ചെയ്യേണ്ടത്? ഇത് തെളിയിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും തെളിവുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ടോ എന്ന് പറയുന്നു, ഇടയ്ക്ക് മിസ്സായെന്ന് പറയുന്നു, ഇടയ്ക്ക് വേറെ സ്ഥലത്ത് പോയി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് തെളിയിക്കട്ടുമല്ലേ? അല്ല, ആദ്യം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ആദ്യം പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തതിന് ശേഷം അതൊരു പോലീസിനോട് പരാതി കൊടുത്തെങ്കിലും വലിയ ഫോഴ്സ് ചെയ്തിട്ടില്ല അന്വേഷിക്കാൻ. കാരണം
പോലീസ് അന്വേഷിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സാധനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒന്ന് എന്ത് വേണം ചെയ്യാലോ, നഷ്ടപ്പെടുത്തി കളയാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് തെളിവുകൾ കയ്യിലെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അതിൻ്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര ബാലിശമായ മറുപടിയാണ് അത് പറഞ്ഞത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പം സപ്പോസ് നമ്മളിവിടെ ഇരിക്കുന്നു, ഇവിടെ ലൊക്കേഷനുണ്ട്, സാധനം ഇവിടെ ഇരിപ്പുണ്ടെന്ന് അന്നേരം ഫോണിൽ കാണിക്കുമെന്നാണല്ലോ അവകാശപ്പെട്ടത്. അല്ല, ഒരു വീട്ടിൽ കയറി അങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും? അല്ല, വീടല്ലല്ലോ പറയുന്നത്, 75 ലൊക്കേഷനല്ലോ പറയുന്നത്. വീട്ടിൽ കയറി സെർച്ച് ചെയ്യുന്നതിന് എന്നാ കുഴപ്പം? സെർച്ച് വാറണ്ട് വേണം. സെർച്ച് വാറണ്ട് കിട്ടുമോ അത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് എല്ലാ സമയത്തും സെർച്ച് വാറണ്ട് വേണ്ട പോലീസിന് വ്യക്തമായ ബോധ്യം. അല്ല, സെർച്ച് വാറണ്ട് വാങ്ങിക്കുന്നതിന് എന്നാ തടസ്സം? അല്ലെങ്കിൽ വേറെ വീട്ടിലല്ലാത്ത സ്ഥലങ്ങളിലുണ്ടെന്നല്ലേ പറയുന്നത്. ഇത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ 6 മാസം വേണ്ടി വന്നോ ഇത്രയും ചെയ്യാനായിട്ട്? അങ്ങനെയാണെങ്കിൽ 6 മാസം എന്തിനാ എടുത്തത്? 6 മാസം മുമ്പ് പരാതി കൊടുത്ത് ഫോഴ്സ് ചെയ്യാതിരുന്നത് അതിലെന്ത് ലോജിക്കാവുള്ളൂ? സാമാന്യ ബുദ്ധിക്ക് നമ്മൾ ചിന്തിച്ച് നോക്കി. നമ്മുടെ ഒരു മുട്ടുസൂചി നഷ്ടപ്പെട്ടാലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് എങ്ങനെ? എൻ്റെ സാധനം നഷ്ടപ്പെട്ടു, അത് തിരികെ കിട്ടുന്നില്ല, നടപടിക്രമങ്ങൾ സ്വീകരിക്കണം, എനിക്കത് ഇൻഷുറൻസിന് വേണ്ടി റെസിപ്റ്റ് വേണമെന്ന് അവകാശപ്പെടുന്ന വിചിത്രമായത് നമ്മൾ ലോകത്ത് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ പാർട്ടികൾ കോംപ്രമൈസ് ആയാൽ GD എൻട്രി ചെയ്താൽ മതി, എനിക്ക് കേസ് വേണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടുമ്പം എനിക്ക് വേണ്ടെന്ന് പറയുന്നുണ്ട്. നഷ്ടപ്പെട്ട സാധനത്തിന് എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ, അല്ലാതെ എനിക്ക് വേറെ പരാതിയില്ല എന്ന് പറഞ്ഞ് 6 മാസക്കാലം പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് പോകാതിരുന്ന് ഇത് വീണ്ടും വളരെ ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുപ്പിന് പുതിയ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ വളരെ പ്ലാനിങ്ങോടുകൂടി, ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എനിക്കറിയാം, അതും ഞാൻ തിരിച്ചറിഞ്ഞു എന്തിനു വേണ്ടി അത് ചെയ്യുന്നതെന്ന്. പക്ഷെ അത്ര ഒരു നീക്കം കൊണ്ട് താങ്കൾ പതറിപ്പോകുന്നുണ്ടോ? 1% ഞാൻ പതറത്തില്ല, 1%. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ നൂലെ കെട്ടി വന്ന് കൗൺസിലായ ആളല്ല ഞാൻ. നൂലെ കെട്ടി എന്ന് പറയുന്നത് വ്യക്തമായ ആരോപണമോ മറ്റു കാര്യങ്ങളോ ആരെയും ചെറുതാക്കാനോ അല്ല പറഞ്ഞത്. യാതൊരു പൊതുരംഗത്ത് പ്രവർത്തിച്ച പരിചയമില്ലാതെ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൻ്റെ പുറത്ത് കൗൺസിലായ ആളല്ല ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ മുതൽ സ്കൂൾ രാഷ്ട്രീയവും യുവജന രാഷ്ട്രീയവും എല്ലാം നമ്മൾ വളരെ നന്നായി പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു വന്നതാണ്. എനിക്ക് അവരുടെ വിചാരവും വികാരവും മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഈയാൻ പാറ്റയെ പോലെ കൊഴിഞ്ഞു പോകേണ്ട ഒരാളല്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ ആരോപണങ്ങളൊന്നും എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ പൊതുരംഗത്തെ പ്രവർത്തനത്തിൽ ഇത് ഒന്നും ബാധിക്കത്തില്ല, 1% ബാധിക്കത്തില്ല. ഇതിന് പിന്നിലുള്ളവരെ കൂടെ കൊണ്ടുവരണം. ഞാനിത് ആവശ്യപ്പെടുന്നത് ഇത് മാത്രം തെളിയിച്ചാൽ പോരാ, ഞാനല്ലാതെ തെളിയിച്ചാൽ മാത്രം പോരാ. എൻ്റെ ആവശ്യം ആരൊക്കെയാണെന്ന് കൂടെ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ കൊടുക്കും. ഇതിൽ അങ്ങനെ ആരോപിക്കുമ്പോൾ അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവ്, ആ നേതാവിന് ഈ ഒരു ചെറിയ കേസ് മാത്രമല്ല നോക്കാനുള്ളതെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അദ്ദേഹം ഇത് നോക്കണ്ടേ? അദ്ദേഹം പറയുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിലെ ചെറിയ കേസിൽ ചെയർമാൻഷിപ്പിൽ മാറ്റാനും അദ്ദേഹം ഇടപെട്ടല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയ കേസല്ലേ അങ്ങനെ നോക്കുമ്പോൾ? വളരെ ചെറുതല്ലേ. അദ്ദേഹം വലിയ കാര്യങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നത് തോറ്റുപോയതുകൊണ്ട് നിയമസഭയിലെ കാര്യം ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. എന്നാലും അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ, ഇന്ത്യൻ പാർലമെൻറ്റിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കണം. ചാഴികാരനുള്ളതുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ രാജ്യസഭയിലൊക്കെ നീറുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം നിയമസഭയിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ആ സമയത്തിനിടയ്ക്കും വലിയ തിരക്കിനിടയ്ക്കിലും അദ്ദേഹം എന്നെ മാറ്റാനും വെട്ടാനുമായിട്ട് സമയം കണ്ടെത്തിയല്ലോ. അപ്പം ചെറിയ കാര്യങ്ങളും ഇടപെടണ്ടേ? അപ്പം അത് ചെറിയ എനിക്കറിയത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരോ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എവിടെ വെച്ച് ഗൂഢാലോചന നടന്നു, എന്തൊക്കെ നടന്നു. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പാലാ നഗരസഭയിലെ വനിതാ കൗൺസിലർമാരുടെ അടുത്ത് അദ്ദേഹം നേരിട്ട് എനിക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പോലും പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടതായിട്ട് ആ കൗൺസിലർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള കൗൺസിലർമാർ എത്ര ചീപ്പായിട്ടുള്ള പ്രവർത്തനമാണെന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപിടി കാര്യങ്ങൾ നഗരസഭയുടെ ഭരണത്തിലുൾപ്പെടെ പല കാര്യങ്ങളിലും. പക്ഷെ നമ്മളിത് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒളിച്ചു വെക്കാനൊന്നുമില്ല. 24 മണിക്കൂർ ഫോൺ ഓണാക്കിയിടുന്നു, വീട്ടിൽ ഗേറ്റ് പോലും അടയ്ക്കാറില്ല. രാത്രിയിൽ ആൾക്കാർ വന്നാലും നമ്മൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിച്ചില്ല, ആശുപത്രി കൊണ്ടാക്കി ചെല്ലുന്ന ഒരാളാണ്. ഈ ഒരു വിഷയം സംസ്ഥാന തലത്തിൽ വരെ വളരെ ചർച്ചയായപ്പോൾ പാർട്ടിയുടെ പേരൊക്കെ വലിച്ചിഴക്കപ്പെട്ടു. ഇത് പാർട്ടി തലത്തിൽ എന്തെങ്കിലും ചർച്ചയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ഞാൻ അതിൻ്റെ പാർട്ടിയുടെ ഘടകത്തിലില്ലാത്ത ഞാനില്ലാത്ത ഘടകത്തിൽ ചർച്ച ഉണ്ടാവില്ലെന്ന് എനിക്കറിയത്തില്ല.
എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരുടെ ഉദ്ദേശം കുത്തുന്നിടത്ത് ചോര വരുന്നില്ലെന്ന് നമ്മൾ പറയുമല്ലേ. ഇവർ കുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ എന്നെ പെടുത്താനല്ല. ഇതിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് വളരെ എനിക്ക് അവരുടെ ലക്ഷ്യം എനിക്ക് ബോധ്യപ്പെട്ടു. ആ ചൂണ്ടയിൽ ഞാൻ കുറച്ച് വീണ് പോയിട്ടുമുണ്ട്. നമ്മുടെ സ്വാഭാവികമായ പ്രതികരണങ്ങളുമൊക്കെ അവർ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്താതിരുന്നതിൽ അവർ അസന്തുഷ്ടരാണ്. അതാണ് അവർ ഓരോ ദിവസവും എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരാഴ്ച മുമ്പ് ഞാൻ എഴുതി കൊടുത്തതല്ല, അവരെഴുതി കൊടുക്കുന്നതിന് മുമ്പ് പോലീസിലേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യണമെന്നും ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പറഞ്ഞ് എൻ്റെ ലെറ്റർ കെട്ട് ഞാൻ എഴുതി കൊടുത്തത് അവിടെ നിന്ന് അങ്ങ് ഫോർവേഡ് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ? താങ്കളും കുറേ തെളിവുകളൊക്കെ കൊടുത്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള തെളിവുകൾ താങ്കൾ എങ്ങനെ ആപ്പിളിൽ നിന്ന് ലഭിച്ച തെളിവുകളെന്നോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ലൊക്കേഷനും ഉണ്ടാക്കി തരാൻ ഈ നാട്ടിൽ ആളുണ്ടെന്നേ. ഞാനത് ഉദ്ദേശിക്കുന്നത് എന്തിനാ? അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കാനല്ല. ഇതാരെ കൊണ്ട് സാധിക്കും ഇതുണ്ടാക്കാൻ എന്ന് തെളിയിക്കാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ദിവസമെങ്കിലും ഒരു കോളെങ്കിലും ഉപയോഗിച്ചെന്ന് അവരൊരു തെളിവ് കൊടുക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കിയല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഫോൺ ഉപയോഗിച്ചു എന്ന് ഒരു തെളിവ് കൊടുക്കട്ടെ. എൻ്റെ ഫോൺ ഇതല്ലേ, ഞാൻ എവിടെ വേണേ ഇത് ഹാജരാക്കാം, എനിക്ക് വിളിക്കാനില്ലെന്നേ. ഇത് പെയർ ചെയ്താൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇന്നലെ എനിക്കതിനെപ്പറ്റി അറിയില്ല എങ്കിൽ പോലും ആപ്പിൾ അല്ലാത്ത ഫോണിൽ പെയർ ചെയ്യാൻ വളരെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. അതിന് സാങ്കേതിക ആൾക്കാരുടെ സഹായം വേണമെന്നൊക്കെയാണ് ഇന്നലെ എന്നോട് ചാനലുകാർ തന്നെ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങളുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല, അവർ തന്നെ പറഞ്ഞു, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഗൂഗിൾ ചെയ്ത് ആർക്കും മനസ്സിലാക്കാം ഏത് ഫോണിൽ കണക്ട് ചെയ്യാമല്ല അദ്ദേഹം പറയും. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് എനിക്ക് ആ കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ ഞാൻ സെർച്ച് ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇത് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫോൺ നമ്പരും ഒളിച്ചും പാത്തും അല്ലല്ലോ ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ ഈ മൊബൈൽ നിലവിൽ വന്നപ്പോൾ മുതൽ ഉപയോഗിക്കുന്ന നമ്പറുണ്ട് എനിക്ക്. അന്ന് പാലായിൽ ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലായിൽ ഫോണില്ല, ട്രിവാൻഡ്രത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഇങ്ങോട്ട് റേഞ്ചും കാര്യങ്ങൾ. അന്ന് BPL ആയിരുന്നു. ആ നമ്പർ പോർട്ട് ചെയ്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നമ്പർ പറഞ്ഞു, ആ നമ്പരും വേറെ ഒരു നമ്പരും ഉണ്ട്. ആ നമ്പറിൽ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അതുതന്നെ ഞാൻ വെല്ലുവിളി എന്നല്ല പറയുന്നത്, വളരെ അസന്നിഗ്ധമായിട്ട് എളിമയോടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഉപയോഗിച്ചു എന്ന് പ്രൂവ് ചെയ്യട്ടെ. അല്ലാതെ ചുമ്മാ ലൊക്കേഷൻ, ഞാൻ മൂന്നാർ പോയി, ഞാൻ കോഴിക്കോട് പോയി, ഞാൻ കണ്ണൂർ പോയി എന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാലും അറിയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ഒളിച്ചുമാത്രമല്ല ഞാൻ പോകുന്നത്. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ പറയുന്ന ഡേറ്റ് പോയിട്ടുണ്ടെന്ന് എനിക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത്, ഞാൻ ചോദിക്കട്ടെ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് അന്ന് ആ ടിക്കറ്റ് എടുത്തത് ഞാൻ വണ്ടിക്കാണ് പോയെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ 99% വണ്ടിക്കാണ് പോകാറ്. ആ ടിക്കറ്റ് എടുത്തെന്ന് ഓർത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന അർത്ഥമില്ല. അത് എല്ലാം പരിശോധിക്കട്ടെ. എന്തിനാ ഒളിച്ചു വെക്കാനിരിക്കുന്നത്? ഇത് പരിശോധിക്കട്ടെ. ഞാൻ കുറ്റക്കാരനാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ. രണ്ടാമത്, ഇതിൻ്റെ കുറ്റം ചെയ്തതിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുള്ളതും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടും അപ്പം അതിൽ നിന്ന് തന്നെ ഉറപ്പാണ് ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അല്ല, എന്തെങ്കിലും കുറ്റം തെളിഞ്ഞാൽ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും ബോധ്യത്തോടുകൂടി 100% ഞാൻ പറഞ്ഞത്, ഇത് ഒരു കോളെങ്കിലും വിളിക്കുകയോ ഇൻകമിങ് കോൾ വരികയോ ഉപയോഗിക്കുകയോ അത് ഒരു കോൾ വരിക എന്നാണല്ലോ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഉപയോഗിക്കുകയോ തെളിഞ്ഞായിട്ട് ഒറ്റ കോള് ഞാൻ ഈ പറയുന്ന അത് നഷ്ടപ്പെട്ടു എന്ന് ഞാനിപ്പം വിശ്വസിക്കുന്നില്ല. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേന്ന് ഒരു കോളെങ്കിലും, എൻ്റെ ഫോണിൽ നിന്ന് ഒരു കോളെങ്കിലും ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ പരസ്യമായിട്ട് എനിക്ക് അത്ര ഉറപ്പുണ്ട്. അതിന് തെളിവ് കൊണ്ടിട്ടെ. തെറ്റുകാരനല്ലാതെ എനിക്ക് എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഇവരുദ്ദേശിക്കുന്ന പോലെ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നാ വെച്ചാൽ എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരും എന്നെ വിശ്വസിക്കുന്നുണ്ട്. പുതിയ ചെയർമാൻ നാളെ വരികയാണ്. കൗൺസിൽ ഇനിയും ഉണ്ടാകും. കൗൺസിലൊക്കെ ഇത് വീണ്ടും ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ട്. ഇതൊരു കൗൺസിലാണല്ലോ ഇത് ആദ്യമായിട്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ തന്നെ പല പ്രമുഖ ചാനലുകാരും മീഡിയക്കാരും എന്നോട് വിളിച്ചത് എത്ര ബാലിശമാണ്. ആദ്യത്തെ ദിവസം ഒരു അലിഗേഷൻ പറഞ്ഞു, ഓക്കെ. രണ്ടാമത്തെ ദിവസം പേര് പറയുന്നു, അതും ഓക്കെ.
ഏത് കൗൺസിലിൽ പരസ്യമായിട്ട് പേര് പറഞ്ഞല്ലോ, പേര് ആ പേര് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് വീണ്ടും അവരെ വിളിച്ചു വരുത്തുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കി, ഇതിന്റെ ഉദ്ദേശം എന്നാ? ഏതായാലും നല്ല ഉദ്ദേശമല്ലല്ലോ. ഇത് സാധനം തിരിച്ചു കിട്ടുകയെന്നോ അല്ലെങ്കിൽ ശരിയായ കുറ്റവാളികൾ ആരാന്ന് കണ്ടുപിടിക്കുകയോ അല്ലല്ലോ ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം എന്നാന്ന് വ്യക്തമോ? അതിൻ്റെ കൗൺസിലിന് തന്നെ ഇതിൻ്റെ അകത്ത് റോൾ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ കത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, കൗൺസിലിൽ ചർച്ച ചെയ്യുന്നതിന് സാങ്കേതികമായി തടസ്സമില്ല എങ്കിലും തീരുമാനമെടുക്കേണ്ടതും നിയമപരമായ നടപടി എടുക്കേണ്ടതും പോലീസാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. പോലീസ് തെളിയിക്കട്ടെന്നേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്താൽ അത് FIR ഇടും, ഞാൻ കൊടുത്താലും ഇടും, നിങ്ങൾ കൊടുത്താലും അത് FIR ഇട്ടല്ലേ അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ആത്യന്തികമായിട്ട് ഇവരുടെ തെളിവല്ല തെളിവ്. പോലീസിന് സംവിധാനം ഉണ്ടല്ലോ. ഇവർക്ക് പോലീസിന് നമുക്ക് ഇവർ പറയുന്ന പോലെ ലൊക്കേഷൻ കാണിച്ചു കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ലൊക്കേഷൻ കാണിച്ചാൽ ഞാൻ കുറ്റക്കാരനാണോ? ഞാൻ ഉപയോഗിച്ചു എന്നാണ് ഇതിൻ്റെ ആ അലിഗേഷൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഗുണകരമായി ഞാൻ വിശ്വസിക്കുന്നത്. ലൊക്കേഷൻ അല്ല വേണ്ടത്, ലൊക്കേഷനെ കാര്യമില്ല, ലൊക്കേഷൻ ആർക്കും ഉണ്ടാക്കാം. ഉപയോഗിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട്, അതായത് എന്നാ പറയുന്നത്, സാങ്കേതികമായിട്ട് അവർ കൊണ്ടുവന്ന തെളിവുകളല്ല ഞാൻ പറയുന്നത്, സാങ്കേതികമായിട്ട് ഉപയോഗിച്ചു എന്നതിന് തെളിയിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. ഐഫോൺ കമ്പനിക്ക് എൻ്റെ ഫോണിൻ്റെ നമ്പറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ പെയർ ചെയ്തിട്ടുണ്ടെന്നറിയാം. എൻ്റെ ഈ നമ്പർ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്നറിയാം. അതൊക്കെ വളരെ വ്യക്തമല്ലേ? ആ സാഹചര്യം ഉപയോഗിക്കാതെ എന്നാ തെളിവിനൊരു പ്രത്യേക വേറെ അവർ പറഞ്ഞല്ലോ, എന്തോ ഒരു പേര് പറഞ്ഞ തെളിവുകളുണ്ടെന്ന് പറയുന്നത്. ഞാനത് കഴിഞ്ഞ ദിവസം ഇന്നൊക്കെ ഒരു ന്യൂസ് വന്നപ്പോൾ അതിൻ്റെ താഴോട്ടുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു. ഐഫോൺ ഉപയോഗിക്കുന്നവരുടെ, എന്നെ അറിയുന്നവരൊന്നും അല്ല, അവരൊക്കെ അത്ഭുതപ്പെടുക ഇതെന്നാ ഈ പറയുന്നതെന്ന്. ഇതെനിക്ക് തോന്നുന്ന ഒരു കിണറ്റിലെ തവളയായിട്ട് എവിടെ നിന്നോ കിട്ടിയ ഒരു അറിവ് അനുസരിച്ച് ഇതേതാണ്ട് മഹാകാര്യം ചെയ്യുന്ന പോലെ തുമ്പയിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് ചെല്ലുമ്പം താഴെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞ പോലത്തെ സംവിധാനം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ഇതുപോലെ ശാസ്ത്രം വളർന്ന സമയത്ത് ഈ ഉപയോഗിച്ചു എന്ന് തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ രഹസ്യമായിട്ടല്ലല്ലോ പറയുന്നത്, തീർച്ചയായിട്ടും പരസ്യമായിട്ട് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഇതുപോലെയുള്ള ചെറിയ ആരോപണം കൊണ്ടൊന്നും എന്നെ തളർത്താൻ അവർക്ക് സാധിക്കത്തില്ല, ഉറപ്പായിട്ട് പറഞ്ഞു. അത് ഞാൻ നാളുകളിൽ കൗൺസിലറാവുമോ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമോ എന്ത് ചെയ്താലും ഞാൻ എൻ്റേതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടാണ് എൻ്റെ ഓരോ പ്രവർത്തന മേഖല, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും കൗൺസിലറാണെങ്കിലും വ്യക്തിജീവിതത്തിലാണെങ്കിലും ഞാൻ ആ രീതിയിലാണ് പോകുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കാറില്ല, എൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കാറില്ല. തീർച്ചയായും തുടർന്നും അങ്ങനെ ഞാൻ പോകും. ജോസ് ചിരാങ്കുഴി ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും ബാലിശമാണെന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചാണെന്നുള്ള ഉറച്ച വിശ്വാസത്തെയാണ് ശ്രീ ബിനു പുളിക്കണ്ണൻ മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് വരുന്ന കൗൺസിലുകളിലും അല്ലെങ്കിൽ അല്ലാതെയും ഇതൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നന്ദി ശ്രീ ബിനു പുളിക്കണ്ണൻ. ഞങ്ങളുടെ